നമസ്കാരം. സിബിഡിസണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടെസ്റ്റ് ഒക്കെ വരുമ്പോഴുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പം നിലവിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കുറേ പേർക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. കുറേ പേർക്കൊക്കെ അറിയാം ഇങ്ങനെയൊക്കെയാണെന്ന്. വാർത്തയിലൊക്കെ കുറേ നാളായിട്ട് ഇത് തന്നെയാണല്ലോ ചർച്ച. ഇപ്പോൾ ഒത്തിരി പേര് ടെസ്റ്റിന് പോകുന്ന സമയത്ത് തടയുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ടെസ്റ്റിൻ്റെ രീതിയൊക്കെ മാറ്റണം, ഇപ്പോഴത്തെ നിലവിൽ വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പം അതിനൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ ധാരണയായിട്ടുണ്ട്. ഒരുവിധം എല്ലാവർക്കും തന്നെ കാര്യങ്ങളൊക്കെ അറിയാം, എങ്കിലും കുറേ പേർക്ക് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം നിലവിലായിട്ട് വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേണേഴ്സിൻ്റെ ടെസ്റ്റിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഇത് എമൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് 20 ക്വസ്റ്റ്യൻ ആക്കി മാറ്റും എന്നുള്ള രീതിയിലുള്ള ഇത് വരും. അങ്ങനെ എന്തായാലും ഉണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിന് മാറ്റമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാകും. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും. നമ്മൾ 12 ക്വസ്റ്റ്യൻ ജയിക്കേണ്ടടുത്ത് നമ്മളിനി കുറച്ചുകൂടെ 30 അങ്ങനെ എന്തോ ക്വസ്റ്റ്യനാണ് നമ്മൾ ജയിക്കേണ്ടത്. അത്രയും ആൻസർ നമ്മൾ കണ്ടെത്തിയിരിക്കണം ഉറപ്പായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ അതിൽ ലേണേഴ്സിൽ ചിലപ്പം പഠിക്കാനായിട്ട് നമ്മളൊക്കെ അവർ ഒന്നെങ്കിൽ ഒരു ബുക്കോ അല്ലെങ്കിൽ നമുക്കൊരു ആപ്പോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. നമുക്ക് അത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പ്രത്യേകിച്ച് വേറെ പുറത്തുനിന്ന് അധികം വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ഉണ്ടാവാറില്ല. പിന്നെ അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്യമുള്ള രീതിയിലൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തന്ന ആപ്പിനകത്ത് ഈ ബുക്കിലുള്ള അത്രയും ക്വസ്റ്റ്യൻസും ആൻസറൊന്നും ആ ആപ്പിലില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കിനകത്താണെങ്കിൽ ഒരുപാടുണ്ട്, ഒത്തിരിയുണ്ട്. അത്രയും എന്തായാലും ഈ ആപ്പിനകത്തില്ല. എനിക്ക് ആപ്പായിരുന്നു തന്നിരുന്നത്, ആ ആപ്പിനകത്ത് എനിക്ക് അത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ബുക്കിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇതിനകത്ത് പഠിച്ചൊന്നുമല്ല, പക്ഷേ ബൈക്കിൻ്റെ ഒക്കെ കാര്യം വെച്ച് നമ്മൾ പഠിച്ച് വന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇതായിരിക്കും അതിൻ്റെ ആൻസർ എന്ന്. അങ്ങനെ ഞാൻ ആൻസറൊക്കെ ചെയ്തതാട്ടോ. അത് ശരിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് നമുക്കങ്ങനെ മനസ്സിലാകും. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. കിട്ടുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ നന്നായിട്ട് പഠിക്കുക. അത് മുഴുവനും വരും എന്ന് തന്നെ വിചാരിച്ച് നമ്മൾ പഠിക്കുക, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് നിലവിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ ഒരു എം വി ഡിയുടെ കീഴിലാണല്ലോ നമ്മളിപ്പം ഒരു ടെസ്റ്റിന് പോകുന്നത് അപ്പോൾ ഒരാളുടെ കീഴിൽ നമ്മൾ ആദ്യം പോകുന്നത് 60 പേരായിരുന്നു കേട്ടോ. ആ 60 പേരെന്നുള്ളത് അവരിപ്പോൾ അത് 40 മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പത്തെ തീരുമാനം എന്ന് പറയുന്നത് 30 പേര് മതി എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അത് 40 മാറ്റിയിട്ടുണ്ട്. അത് 10 പേരെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അതിൽ ഈ 40 പേരിലെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. 40 പേരിലെ നമ്മൾ ലേണേഴ്സ് എഴുതിയിട്ട് ആദ്യത്തെ ഫസ്റ്റ് ടെസ്റ്റിന് പോകില്ലേ, അങ്ങനെ ടെസ്റ്റിന് പോകാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത് 25 പേരെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. പിന്നെ 25 പേരിലെ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 പേരെ പിന്നെ അവർ മറ്റേ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഫെയിലായിട്ട് വന്ന ആൾക്കാരുണ്ട്. അവരിലെ 10 പേരെയാണ് അവർ പിന്നെ ഈ റീടെസ്റ്റ് ആയിട്ട് അവർ എടുക്കുന്നത്. അപ്പം 35 പിന്നെ ഒരു 5 പേരെന്ന് പറയുന്നത് ഇപ്പം ഈ ഗൾഫിൽ നിന്നൊക്കെ വന്ന് അർജൻറ്റായിട്ട് പോകാനുള്ളതും ലീവ് തീരാനായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ളവരുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലേണേഴ്സിൻ്റെ കാലാവധി തീരാനായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു 5 പേര് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 40 പേർക്കാണ് ഇപ്പം നമുക്ക് ഒരു ദിവസത്തെ ടെസ്റ്റിന് കയറാൻ പറ്റത്തുള്ളൂ, നമുക്ക് നടത്താൻ പറ്റത്തുള്ളൂ എന്നാണ്. ഒരാളുടെ കീഴിൽ നടത്താൻ പറ്റത്തുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അതങ്ങനെ തന്നെയായിരിക്കും, അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്കിനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രശ്നം, നമ്മളെയൊക്കെ സംബന്ധിച്ച് നമുക്കിനി ഡേറ്റ് കിട്ടാനായിരിക്കും ബുദ്ധിമുട്ട്. ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അഥവാ ഒന്നിലോ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്തതിന് പോകണമല്ലോ, അടുത്ത റീടെസ്റ്റിന് പോകണമെങ്കിൽ അതിനൊക്കെ ഡേറ്റ് ഇങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ കുറേ നാളെടുക്കും. ഇവരിങ്ങനെ കുറച്ച് പേരിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റീടെസ്റ്റിന് പോകുന്നവർക്കും ഒക്കെ ഇങ്ങനെ ഒത്തിരി പേരുണ്ടാവില്ല, ആദ്യം തന്നെ കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പണിയാണ്. നമ്മളിങ്ങനെ ഇതിൻ്റെ പുറകെ കുറേ നാൾ നിൽക്കണം. നമ്മൾക്കും ബുദ്ധിമുട്ടാണ് അല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, അതൊക്കെ നിയമങ്ങളായി പോയില്ലേ. നമ്മളും അതൊക്കെ ഇപ്പോൾ ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ നടന്നേ പറ്റൂ, വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മളിനിയിപ്പം മറ്റുള്ളവരെ മൈൻഡ് ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ വരുത്തി വെക്കാതെ
നമ്മൾ തന്നെ സ്വയം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് പറ്റും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് എന്നെ കൊണ്ട് പറ്റും, എന്തായാലും നടക്കും, എന്തായാലും ഇത് നടത്തിയേ പറ്റൂ എന്നുള്ള രീതിയിൽ ഇനിയും വന്ന് നമുക്ക് ഇതിൻ്റെ പുറകെ നിൽക്കാൻ പറ്റൂല എന്നുള്ള വിചാരമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നന്നായി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. നമ്മൾ അവരെയൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും കുറേ പേർക്ക് ടെൻഷൻ ആവും. ജോ അവരൊക്കെ നോക്കി ഇനി എന്ത് വിചാരിക്കും, എനിക്ക് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ തന്നെ പലർക്കും പോകും. പിന്നെ ആ പോലീസുകാരെ കാണുമ്പം തന്നെ പകുതി ജീവൻ പോകും. ദൈവമേ ഇവരെല്ലാം നോക്കിയിരിക്കുകയാണല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അല്ലേ. അതൊന്നും വേണ്ട. അവരൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാലേ അവരുടെ ജോലി ചെയ്യാനാണ് ഇരിക്കുന്നത്. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആദ്യമേ പോയി നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പോയിട്ട് നമ്മളത് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റുകൊണ്ട് ഒരിക്കലും നമുക്കത് മിസ്സായി പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മിസ്സായി പോയാലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മളിനി എത്ര നാൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നറിയത്തില്ല ഒരു അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഹാപ്പി ആയിട്ട് നല്ല ബോൾഡായിട്ട് പോയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. പിന്നെ ഇതിനകത്ത് കാറിനകത്ത് വന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്, അതും കൂടെ ഞാൻ പറയും. കൂടെ കാറിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അങ്ങനെ നമ്മുടെ ഇതിനകത്ത് ചെയ്യാറില്ല. എങ്കിലും ഇത് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ രണ്ടിനും പോകുന്ന ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ അവരറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല ബൈക്ക് പഠിച്ചവർക്ക് എന്തായാലും കാർ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കും ഈ നിയമങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി പറയുന്നതാണ്. അവർക്കെന്ന് പറഞ്ഞാൽ ഇനി കയറ്റത്തിൽ വെച്ചിട്ട് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോവാത്ത രീതിയിൽ വേണം നമ്മൾ വണ്ടി മുമ്പോട്ടെടുക്കാൻ. അങ്ങനെ പറ്റുന്ന രീതിയിലായിരിക്കും നമുക്ക് ടെസ്റ്റുകളൊക്കെ വരുന്നത്. ആദ്യം റോഡ് ടെസ്റ്റ് ചെയ്തിട്ട് എച്ച് ചെയ്താൽ മതി എന്നായിരുന്നു ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എച്ച് ചെയ്തിട്ട് റോഡ് ടെസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വീണ്ടും കോടതി വിധി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം എച്ച് ആയിരിക്കും, അത് കഴിഞ്ഞായിരിക്കും റോഡ് ടെസ്റ്റ് വരുന്നത് കാറിൻ്റെ കേട്ടോ. അതുപോലെ തന്നെ ആയിരിക്കും ബൈക്കിൻ്റേതുവേ. എന്നിട്ട് പിന്നെന്താണ് അവർക്ക് ഈ ടെസ്റ്റിന് പോകുമ്പം നമുക്കല്ല പിന്നെ കൂടുതൽ ബുദ്ധിമുട്ട്, ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്കാണ്. നമ്മൾ പഠിക്കണം. അവർ തരുന്ന ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ, നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം. ഇപ്പോൾ ക്ലച്ചും ആക്സിലേറ്ററും ഒക്കെ മാറിപ്പോവാതെ അത് ശ്രദ്ധിച്ച് വേണം നമ്മളത് കൺട്രോൾ ചെയ്യാനായിട്ട്. മാറിപ്പോവരുത്. ചവിട്ടുന്നതും ബ്രേക്കും ക്ലച്ചും ഒക്കെ ചവിട്ടുന്നതും ഒക്കെ മാറിപ്പോവാതെ വേണം നമ്മളത് ശ്രദ്ധിക്കാൻ. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാന്നല്ലാതെ അവർക്ക് ഇപ്പോൾ നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. 15 വർഷത്തിന് മുകളിലേക്കുള്ള വാഹനങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവർക്കും അവരൊക്കെ ഇങ്ങനെ അതിനുള്ളിലുള്ള വാഹനങ്ങൾ തന്നെ അവർ കണ്ടെത്തി വെക്കണം. ഒന്നെങ്കിൽ പുതിയ വണ്ടി കണ്ടെത്തി വെക്കണം. അതുപോരാ, അതിൻ്റെ കൂടെ അവർക്ക് ക്യാമറ വെക്കണമെന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം എന്നുണ്ട്. വീഡിയോസ് എല്ലാം സൂക്ഷിക്കണം എന്നുണ്ട്. ഒന്നും മിസ്സായി പോവാതെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുവാണെങ്കിൽ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അവർ ടെസ്റ്റിന് ഇനിയിപ്പോൾ എന്തായാലും പഠിക്കാൻ പോകുന്നതിന് മുമ്പേ അവരതെല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണല്ലോ നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ആ രീതിയിലായിരിക്കും ഇനി പ്രാക്ടീസ് ചെയ്യുന്നത്. ഒന്നും അറിയാതെയല്ലേ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിച്ച് തരുന്ന സമയത്ത് നമ്മൾ നന്നായി പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിനി ചെയ്യാനുള്ളൂ. അല്ലാതെ ഇനിയിപ്പം പഴയ രീതിയിലുള്ള ടെസ്റ്റ് തന്നെ വേണമായിരുന്നു, നേരത്തെ എടുത്താൽ മതിയായിരുന്നു എന്നുള്ളതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്കെന്തായാലും ലൈസൻസ് എടുക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. ഇനി പുതിയ രീതിയിൽ ആയിട്ട് നമ്മളും അങ്ങോട്ടങ്ങ് ചേരുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേറെന്താണ്, ബൈക്കിൻ്റെ കാര്യത്തിൽ ഈ ഞാൻ പറയാവേ, ഗിയർ ഉള്ള വണ്ടിയും ഗിയർ ഇല്ലാത്ത വണ്ടിയും അങ്ങനത്തെ ലൈസൻസ് എടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം വിത്തൗട്ട് ഗിയറുള്ള വാഹനത്തിനാണെങ്കിൽ നിലവിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ വിത്ത് ഗിയറുള്ള വാഹനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ കാലിലാണ് അതിൻ്റെ ഗിയർ മാറ്റാനുള്ള 95 cc മേലെയുള്ള വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ചേതക്ക് പോലെയുള്ള വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് എട്ടെടുക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. ബൈക്കിൽ തന്നെ എന്തായാലും എട്ടെടുക്കണം എന്നാണ് അവർ പറയുന്നത്. ബൈക്കിൽ ഇപ്പം നമുക്ക് വിത്ത് ഗിയർ ലൈസൻസോ അല്ലെ ഗിയറില്ലാത്ത ലൈസൻസോ എന്തോ ആയിക്കോട്ടെ, എട്ടെടുക്കുന്നതിന് ബൈക്ക് വേണമെന്നൊക്കെയാണ് പറയുന്നത്. എല്ലായിടത്തും അതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ XL പോലത്തെ വാഹനങ്ങൾ പിന്നെയും എടുക്കാൻ തോന്നുന്നു കേട്ടോ. ചിലയിടത്തൊക്കെ അതിന് വിത്ത് ഗിയർ അല്ല വിത്തൗട്ട് ഗിയർ അതാണെങ്കിൽ XL പോലത്തെ വാഹനങ്ങളൊക്കെ
എടുക്കാൻ തോന്നുന്നു. അതിന് എന്താണെന്ന് അറിയത്തില്ല, അതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്കറിയത്തില്ല. അതിന് ആ ചേട്ടായോടൊന്ന് ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ വിശദമായിട്ട് കുറച്ചുകൂടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും എന്നാണ് പറഞ്ഞത്. എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് കുറച്ചുകൂടെ വിശദമായിട്ട് കാര്യങ്ങൾ പറയാമെന്നാണ് ചേട്ടായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെന്താ, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. കാലിലായിരിക്കും ഗിയർ മാറ്റുന്നത്, അത് ബൈക്കിനകത്തായിരിക്കും നമ്മൾ എട്ടെടുക്കുന്നത്. പ്രത്യേകിച്ച് പേടിയൊന്നും വേണ്ട കേട്ടോ, എട്ടെടുക്കുന്നതിനുള്ള പേടിയൊന്നും വേണ്ട. ബൈക്കും ഇതും തമ്മിലുള്ളതെന്ന് വെച്ചാൽ ബൈക്കാണ് സുഖം എട്ടെടുക്കാൻ. ബൈക്കാകുമ്പോൾ എന്താണെന്നറിയാമോ, നന്നായിട്ട് നമുക്ക് വളഞ്ഞു കിട്ടും. എട്ടെടുക്കുന്നതിനോട് ചെറിയ റൗണ്ട് അല്ലേ, അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് വളച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ 8 പറ്റുക. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ വളയുന്ന പോലെ നമുക്ക് നന്നായിട്ട് അതുകൊണ്ട് തന്നെ എട്ടെടുക്കാൻ നമ്മൾ ആദ്യമേ അതിനകത്ത് പ്രാക്ടീസ് ചെയ്ത ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നേ. നമ്മൾ നമ്മൾ ചെയ്യാതെ വേറെ പെട്ടെന്ന് ചെന്നിട്ട് എട്ടെടുക്കാൻ ബൈക്കൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് പറ്റൂല. പിന്നെ ഹൈറ്റ് കുറഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് എനിക്ക് എങ്ങനെ പറ്റുമോ, കാലെത്തുമോ എന്നൊക്കെ. അപ്പം എനിക്കും പറ്റൂല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അത്രയും എനിക്ക് തന്ന വണ്ടി ഏതായിരുന്നു, പേര് മറന്നുപോയി. ഞാൻ ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി ഏതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടികളുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ, പറയാനൊന്നും. ഞാൻ പെട്ടെന്ന് മറന്നു വണ്ടികളുടെ പേരൊക്കെ. ഞാൻ എത്ര ഓർത്ത് വെച്ചാലും ഓർക്കണം എന്ന് വിചാരിച്ചാലും ഞാൻ മറന്നുപോകും. അത്യാവശ്യം ഹൈറ്റുള്ളൊരു വണ്ടിയായിരുന്നു, വെയിറ്റുള്ള വണ്ടിയായിരുന്നു, കുഴപ്പമില്ലാത്ത ഒരുവിധം വലിപ്പമുള്ള വണ്ടിയായിരുന്നു. ഞാൻ അന്നേരം അത് കാണുമ്പോൾ വിചാരിക്കും, ദൈവമേ ഇതിനകത്ത് എങ്ങനെ എടുക്കും, എനിക്ക് കയറിയിരുന്നാൽ കാലെത്തുമോ, ഇനിയിപ്പോൾ എനിക്കൊന്ന് വണ്ടി നിർത്തണമെന്ന് തോന്നിയാൽ ഞാൻ എങ്ങനെയാണ് കാല് വെച്ച് നിർത്തുന്നത്, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യത്തെ ആ ഒരു 2 ദിവസത്തേക്ക് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇത് ഹാൻഡിൽ ചെയ്യാൻ. കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ റൗണ്ട് എടുത്ത് പഠിക്കണം നന്നായിട്ട്, ഇടത്തോട്ടും വലത്തോട്ടും ഈ ബൈക്കിനകത്ത് കയറിയിട്ട് റൗണ്ട് എടുത്ത് പഠിക്കണം കുറേ പ്രാവശ്യം. റൗണ്ട് എടുത്ത് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 8 പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഓക്കെ ആവും. അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല, അതിനകത്തൊക്കെ ഓടിച്ച് റെഡിയാവും, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ കുറച്ച് ഈ ആക്സിലേറ്റർ അധികം അങ്ങോട്ടങ്ങ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സിലേറ്ററിൻ്റെ ആക്സിലേറ്റർ അപ്പോൾ നമ്മൾ കൈ പിടിക്കുന്നത് സാധാരണ ഇവിടെ പിടിക്കുമ്പോഴാണ് നമ്മൾ ഈ വളവൊക്കെ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് കൈ അറിയാതെ ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്ത് ആക്സിലേറ്റർ നന്നായിട്ട് കൂടി പോവുകയും 8 നമുക്ക് വളയാതെ വണ്ടി നേരെയോ അല്ലെ പുറത്തേക്കോ ഒക്കെ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇവിടെ പിടിക്കാത്ത കുറച്ച് കൈ ഇങ്ങോട്ട് കയറ്റി പിടിക്കണം. ഇങ്ങോട്ട് കൈ കയറ്റി പിടിക്കുമ്പോൾ ഒരുപാട് ആക്സിലേറ്ററിൽ ഈ 2 വിരൽ വെച്ചിട്ട് ഒരു ആക്സിലേറ്റർ തിരിയില്ലേ, അത്രയും സ്പീഡ് മതി നമുക്ക് ശരിക്കും എട്ടെടുക്കാൻ. ഒരുപാട് സ്പീഡ് വേണ്ട, ഒരുപാട് സ്പീഡായാൽ നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഒരു മിനിമത്തിന് സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പിടിച്ചിരിക്കുന്ന കൈൻ്റെ ഇവിടുത്തെ 2 വിരലില്ലേ, കൊണ്ടുള്ള ആക്സിലേറ്റർ തിരിയൂലേ, അത്രയും സ്പീഡ് മതി. അങ്ങനെ പിടിച്ചോടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫാണ് താനും. അങ്ങനെ പിടിച്ചോടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണ്, ഇനിയിപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ, അതിനകത്തൊക്കെ തന്നെ നമ്മൾ പോയി പഠിക്കുകയൊക്കെ വേണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പോയി പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് കാറാണേലും ബൈക്കാണേലും. ഇനിയിപ്പോൾ എനിക്ക് കാറിൻ്റെ ലൈസൻസ് എടുക്കണമെന്ന് എനിക്കുണ്ട് കേട്ടോ. എനിക്ക് കാറിൻ്റെ ലൈസൻസ് ഇല്ല. ഞാനും ഈ പറഞ്ഞ മാതിരി പേടിയില്ലെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഇതുണ്ട്, പറ്റുമായിരിക്കുമോ. എൻ്റെ പേടി എന്താണെന്നറിയാവോ, കാറിനകത്ത് കയറി ഇരുന്നാൽ എനിക്ക് ഫ്രണ്ട് വശം കാണാൻ പറ്റുമോ, ഹൈറ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് എന്നെപ്പോലുള്ള കുറേ പേരുടെ വിഷമാണ്. അതെ, കല്ലാത്തവർ കിടന്ന് ചിരിക്കും. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കും. അവർക്ക് ചിരിക്കാമല്ലോ, അവർക്ക് കുഴപ്പമില്ലല്ലോ. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കും എനിക്ക് എത്തുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. ഇപ്പം നമ്മുടെ വണ്ടിയിൽ തന്നെ, നമ്മുടെ വാഗണറാണല്ലോ, വണ്ടിയിൽ ഞാൻ കയറി ഇരുന്നിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടൊന്നും എനിക്ക് അത്ര വിസിബിളായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഏട്ടൻ പറയും, നീ ഒരു തലേണയൊക്കെ എടുത്ത് വെച്ചോ, ഒരു കുഷ്യനൊക്കെ എടുത്ത് വെച്ചോ, എന്നിട്ട് അങ്ങ് കയറിയിരുന്നു എന്നൊക്കെ പറയും. മിക്കവാറും അതൊക്കെ വേണ്ടി വരും. ഞാൻ വണ്ടിയൊക്കെ പഠിച്ച് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സേഫായിട്ട് കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ഇനി അടുത്ത യുദ്ധം ഞാനും അതിനുമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഉടനെ പോകണം. എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാം നന്നായിട്ടൊന്ന് സോൾവ് ആയി കഴിഞ്ഞിട്ടാണ് ഞാനും ഇറങ്ങുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇനി പ്രശ്നത്തിനിടയ്ക്ക് ഇനി അവർ വേറെ കോടതി വിധിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകുമല്ലോ എന്നോർത്ത് അങ്ങനെ ഞാൻ കുറച്ചിങ്ങനെ ബാക്കോട്ട് ഇടിച്ച് നിൽക്കുകയാണ്. അതെല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ, ഈ നിയമങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു. അതുവേണ്ടി ഞാനും വെയിറ്റ് ചെയ്യണം.
അപ്പം വേറെ ഒന്നും ഇല്ല, ഇതൊക്കെ പറയാമെന്ന് ഓർത്താണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ മഴക്കാലത്ത് എങ്ങനെയാണ് ബൈക്ക് ഓടിക്കേണ്ടത്, സ്കൂട്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ, സീ യു.